മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ഓട്ടോ ഓടിച്ച ഡ്രൈവർ പിടിയിൽ. ഓട്ടോയുടെ നിയന്ത്രണം പോകുന്നത് കണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡ്രൈവർ ജിജി പിടിയിലായത്. തൊണ്ടയാടാണ് സംഭവം. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ആ സമയം തന്നെ പോലീസ് ഇയാളെ പിടികൂടിയതുകൊണ്ട് അപകടം ഒഴിവായി എന്നൊക്കെ പറയാമോ? അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ട്രാഫിക്കിന്റെ SI അജിത് കുമാറും സംഘവും ഈ നിരത്തിലുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ. അപ്പം ഈ ഓട്ടോ ദിശ മാറി അല്ലെങ്കിൽ ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ റൂട്ടിലൂടെ പോവുകയാണ്. പ്രത്യേകിച്ച് തൊണ്ടയാട് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് വലിയ തിരക്കുള്ള ഒരു മേഖലയാണ്. ആ ഘട്ടത്തിലാണ് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽ ഈ വാഹനം പെടുന്നത്. തുടർന്ന് ഓട്ടോ കൈ കാണിച്ച് നിർത്തുകയും പരിശോധന നടത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇദ്ദേഹം മുഴുവനായും വെള്ളത്തിലാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, മദ്യപിച്ചിട്ടാണ് എന്നുള്ളൊരു കാര്യം ഈ പോലീസ് സംഘത്തിന് മനസ്സിലാകുന്നത്. കാരണം ഓട്ടോയുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കാനോ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന സാധനങ്ങൾ എടുക്കാനോ പോലും അദ്ദേഹത്തിന് പറ്റാത്ത വിധത്തിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യം ഈ പോലീസ് സംഘം ഇയാളെ ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നതാണ്. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒന്നിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കൃത്യസമയത്ത് പോലീസിന്റെ ഇടപെടൽ, പ്രത്യേകിച്ച് ട്രാഫിക്കിന്റെ ഇടപെടൽ, അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായത്. കാരണം പോലീസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പോലീസ് പറഞ്ഞത് എന്താ പറയുക, അവിടെ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത അത് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ഓട്ടോ ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് മറ്റും വിധേയമാക്കും. മറ്റ് തുടർ നടപടികളും ഉണ്ടാകും. ശരി, അപകടകരമായ രീതിയിൽ ഓട്ടോ ഓടിക്കുകയായിരുന്നു. മദ്യലഹരിയിലാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾക്കൊന്നും പിടികിട്ടുന്ന പോലും ഇല്ലാന്ന് തോന്നുന്നു എന്താണ് സംഭവിക്കുന്നത്. എത്രയൊക്കെ കിട്ടിയിട്ടും ഈ ഇത്രയും അധികം വാർത്തകളൊക്കെ വന്നിട്ടും ഇങ്ങനെയുള്ള ആളുകൾ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ശിക്ഷയുണ്ട്, അതിൽ വളരെ കൃത്യമായ കടുത്ത ശിക്ഷയൊക്കെ ഉണ്ട്. മദ്യപാനം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്.